വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവതാർ. ഓക്കെ 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 താങ്ക് യു. പറഞ്ഞു. ഓക്കെ, സ്ഥലം എവിടെയായിരുന്നു? കൊല്ലം. ഇവിടെ ഏത് കോഴ്സാ ചെയ്തിരുന്നു? ഇപ്പം ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. എങ്ങനെ ഓഫ്ലൈൻ ആയിരുന്നു? ഓഫ്ലൈൻ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ എന്താണ്? ഇപ്പം ഇന്റേൺഷിപ്പിലാ തൊടുപുഴ AVM ഹോസ്പിറ്റലിൽ. തൊടുപുഴയിൽ അല്ലേ? എങ്ങനെയുണ്ട് അവിടെ എക്സ്പീരിയൻസ് ഒക്കെ? എക്സ്പീരിയൻസ് ഗുഡ് ആണ്. നമ്മള് ആക്ച്വലി ഈ കോഴ്സിനെ പറ്റി പറയുമെങ്കിൽ ഞാൻ ഒരു വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് വന്ന കോഴ്സാണ്. പക്ഷേ നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആണ് ഇവിടെ കിട്ടിയത്. കാരണം കോഴ്സും ബെറ്റർ ആണ്, നല്ലോണം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സ്കോപ്പ് ഉള്ള ഒരു കോഴ്സായിരുന്നു. ഇപ്പം വർക്ക് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ്. കാരണം ആ കാര്യം നേഴ്സിംഗ് സെക്ഷൻ, ഫാർമസി, അതിന്റെ കൂടെ റിസപ്ഷൻ എല്ലാം ഇൻക്ലൂഡ് ആണ്. ഹോസ്പിറ്റലിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു ഇൻവോൾവ്മെന്റ് കാണിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ട്രെയിനിങ്ങിൽ പറ്റുന്നുണ്ട്. ഇപ്പൊ ഇന്റേൺഷിപ്പ് ആണ്, പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഇപ്പം 6 മാസത്തെ ഇന്റേൺഷിപ്പിന് ഇവിടെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ 6 മാസത്തോടെ എല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റും. നല്ലൊരു ഓക്കെ, ഹോസ്പിറ്റലിൽ മറ കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു വേജസിൽ മാറാൻ പറ്റും. ഇപ്പൊ ജാപ്പ് നമുക്ക് 5 ഇയേഴ്സ് കൂടി നമുക്ക് വാലിഡിറ്റി ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ അപ്പൊ ഇനി ഓക്കെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ജോബ് നോക്കുകയാണെങ്കിലും നമുക്ക് അതിൽ കയറാം. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ ഓൾറെഡി നമുക്ക് 40+ കോഴ്സസ് നമ്മൾ അവധിയിൽ ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഓക്കെ. എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിനും പിന്നെ വരാൻ പോകുന്ന സ്റ്റുഡൻസിനും ഒക്കെ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ട് ശ്യാമിന്? പറയാനായിട്ട് ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് പറയാം. സീരിയസ്ലി ഞാൻ ആരും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ആരും ഇത് പറയുന്നൊന്നുമല്ല. എന്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് 25 വയസ്സുണ്ട്. ലാസ്റ്റ് ഹോപ്പായിട്ട് കയറിയ കോഴ്സ് ആയത്. അപ്പം ആ ഒരു പ്രായത്തിൽ ഞാൻ കയറിയപ്പം ഫസ്റ്റ് പോലെ ഞാനും ആദ്യത്തെ ഒരു 1 വീക്ക് കൊണ്ട് ഞാനും അവർ പറയുന്നത് പലതും നമ്മളെ പ്രേരിപ്പിക്കാൻ നോക്കിയപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ഒന്നുമില്ലാണ്, ഫേക്ക് ആണെന്നൊക്കെ. പക്ഷെ മാക്സിമം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഫീസാണ്. എന്റെ ഏറ്റവും വലിയ വെച്ചാൽ ഫീസ് നല്ല ബെനിഫിറ്റ് ആണ്. ഒരു ലോവർ ഫാമിലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫീസാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പ്ലേസ്മെന്റ്. നല്ലൊരു ഹോസ്പിറ്റൽ എനിക്ക് കിട്ടിയത്. അതിന്റെ ദൈവഭാഗ്യമാണോ എന്റെ ഹാർഡ് വർക്ക് ആണെന്നോ അറിയത്തില്ല. നല്ലൊരു ഹോസ്പിറ്റലാണ് കിട്ടിയത്. അപ്പൊ വരാൻ പോകുന്ന ഒരു അഡ്മിഷൻ എടുക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് ഇങ്ങനൊരു ഹോസ്പിറ്റലും അല്ലെങ്കിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ ശ്യാം, അപ്പൊ നമുക്ക് വേണ്ടി ഇത്രയും ഒരു സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു.